നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. തിരുവോണം ബമ്പർ നറുക്കെടുപ്പ് നാളെ. പാലക്കാട് സീരീസ് ടിക്കറ്റുകൾക്ക് ആവശ്യക്കാരേറെ. ഒന്നാം സമ്മാനം 25 കോടി. സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ രണ്ടാം സീസൺ ഇന്നു മുതൽ. കാലിക്കറ്റ് എഫ്സിയും ഫോഴ്സ കൊച്ചി എഫ്സിയും ഏറ്റുമുട്ടും. മത്സരം രാത്രി 8-ന് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ. തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ ട്രാഫിക് പരിഷ്കാരം. ബസ് ബേയിൽ ബാരിക്കേഡ് സ്ഥാപിച്ച KSRTC. പ്രൈവറ്റ് ബസ്സുകളുടെ വരുമാനം കുറച്ചെന്ന് ആക്ഷേപം. പുനലൂർ വനമേഖലയിൽ കൂട്ടത്തോടെ ചത്തൊടുങ്ങി കാട്ടുപന്നികൾ. സാംക്രമിക രോഗമെന്ന ആശങ്കയിൽ പ്രദേശവാസികൾ. മൃഗസംരക്ഷണ വകുപ്പ് പരിശോധന നടത്തണമെന്ന് നാട്ടുകാർ. വാർത്തകൾ വിശദമായി നോക്കാം. തിരുവോണം ബമ്പർ ലോട്ടറി നറുക്കെടുപ്പ് നാളെയാണ്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് അച്ചടിച്ച ടിക്കറ്റുകൾ വിറ്റുപോകാതിരുന്ന പശ്ചാത്തലത്തിലാണ് നറുക്കെടുപ്പ് ഒരാഴ്ചത്തേക്ക് കൂടി നീട്ടിവെച്ചത്. 75 ലക്ഷം ടിക്കറ്റുകളാണ് ലോട്ടറി വകുപ്പ് അച്ചടിച്ചത്. പാലക്കാട് സീരീസ് ടിക്കറ്റുകൾക്കാണ് ഇത്തവണയും ആവശ്യക്കാർ ഏറെയെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. തിരുവോണം ബമ്പറിന്റെ നറുക്കെടുപ്പിന് ഒരു ദിനം മാത്രം ബാക്കി നിൽക്കെ ആകാംക്ഷയിലാണ് ഭാഗ്യാന്വേഷികൾ. ടിക്കറ്റുകൾ മുഴുവൻ വിറ്റുപോകാതിരുന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ 27-ാം തീയതി നടക്കേണ്ടിയിരുന്ന നറുക്കെടുപ്പ് 4-ാം തീയതിയിലേക്ക് മാറ്റിവെക്കുന്ന സാഹചര്യമുണ്ടായത്. 75 ലക്ഷം ടിക്കറ്റുകളായിരുന്നു ഇത്തവണ അച്ചടിച്ചത്. പക്ഷേ അതിൽ മുഴുവൻ ടിക്കറ്റുകളും ഡീലർമാർക്ക്, ഏജന്റുമാർക്ക് വിറ്റിരുന്നെങ്കിലും അവിടെ നിന്ന് അത് ചെറുകിട കച്ചവടക്കാർക്ക് അധികം എത്തുന്നതിൽ താമസം നേരിടുകയും കടുത്ത പ്രതികൂലമായ കാലാവസ്ഥ ഉണ്ടാകുകയും ചെയ്തതോടെയാണ് ടിക്കറ്റുകൾ പൂർണ്ണമായി വിറ്റുപോകാത്ത സ്ഥിതിയുണ്ടായത്. അങ്ങനെയാണ് ഈ നറുക്കെടുപ്പ് 4-ാം തീയതിയിലേക്ക് മാറ്റിവെക്കുന്ന സാഹചര്യമുണ്ടായത്. പുറത്തു വന്ന കണക്കുകൾ അനുസരിച്ച് 14 ലക്ഷത്തിലധികം ടിക്കറ്റുകൾ വിറ്റുപോയ പാലക്കാടാണ് ഒന്നാം സ്ഥാനത്തുള്ളത്. രണ്ടാം സ്ഥാനത്ത് തൃശൂരാണ്. അവിടെ ഏതാണ്ട് 9,37,000 ചില്ലുമാനം ടിക്കറ്റുകൾ തൃശൂരിലും. തിരുവനന്തപുരത്ത് 8,75,000 ടിക്കറ്റുകൾ വിറ്റുപോയി തിരുവനന്തപുരം തൊട്ടു പിന്നിലായുണ്ട്. കഴിഞ്ഞ വർഷം ഏതാണ്ട് 71,40,000 തിരുവോണം ബമ്പർ ടിക്കറ്റുകളായിരുന്നു വിൽപ്പന നടത്തിയത്. അതിൽ തന്നെ ഒന്നാം സമ്മാനമായി 25 കോടി രൂപ ഭാഗ്യവാന് ലഭിക്കുമ്പോൾ 1 കോടി രൂപ വീതം രണ്ടാം സമ്മാനമായി 20 പേർക്ക് ലഭിക്കും. മൂന്നാം സമ്മാനമായി 50 ലക്ഷം രൂപ വീതം 20 പേർക്ക് ലഭിക്കുമെന്നതാണ് പ്രത്യേകം. ഞാനിപ്പോൾ ഉള്ളത് കിഴക്കേക്കോട്ടയിലെ ഏറ്റവും കൂടുതൽ ഈ തിരുവോണം ബമ്പർ ടിക്കറ്റുകൾ വിറ്റുപോകുന്ന ഒരു ലോട്ടറി സ്ഥാപനത്തിലാണ്. എങ്ങനെയുണ്ട്? ഒരു ദിവസം മാത്രമാണ് ബാക്കി നറുക്കെടുപ്പിന്. എങ്ങനെയുണ്ട് നറുക്കെടുപ്പ്? ഈ 4-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചെങ്കിലും അതനുസരിച്ച് കച്ചവടം നല്ല നടക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റത് പാലക്കാട് ജില്ലയിലാണ്. പാലക്കാടിനാണ് എല്ലാവർക്കും പ്രിയം. സമ്മാനം, രണ്ടാം സമ്മാനം തിരുവനന്തപുരത്താണ് വന്നിരിക്കുന്നത്. വിറ്റ് തീർന്നതിന്റെ റെക്കോർഡ് മിക്കതായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ മിച്ചമുള്ള ഏതൊക്കെയാണ്? ചിലത് കൊല്ലവും മലപ്പുറവുമാണ് ഉള്ളത്. അത് കുറെ തീർന്നുകൊണ്ടിരിക്കും. തിരുവനന്തപുരം നല്ല രീതിയിൽ പോകുന്നുണ്ട്. മിച്ചമുള്ളത് കൊല്ലവും മലപ്പുറം. അപ്പൊ ഇത്തവണ അറിയാതെ കൊല്ലത്തോ മലപ്പുറത്തോ അങ്ങാനോ പ്രൈസെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെട്ടു. ഈ 4-ാം തീയതിയിലേക്ക് ഈ നറുക്കെടുപ്പ് മാറ്റിയത് നിങ്ങൾക്ക് ഗുണം ചെയ്തോ? പിന്നെ തീർച്ചയായും. കാരണം ഈ മഴയൊക്കെ വന്നതുകൊണ്ട് കാരണം കച്ചവടം മോശമായിരുന്നു ബമ്പറിന്റെ. ഇനി ഇത്ര ടിക്കറ്റുകളൂടെ ഉള്ളൂ, ബാക്കിയെല്ലാം. അതെ. അപ്പൊ ഇത്തവണ ഏത് ജില്ലയിലായിരിക്കും? എന്തെങ്കിലും പ്രവചനമുണ്ടോ? പ്രതീക്ഷ തിരുവനന്തപുരത്താണ്. അപ്പൊ അത് അങ്ങനെ തന്നെ നടക്കട്ടെ. പല ജില്ലകളിലെ ടിക്കറ്റുകൾ, അതിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വാങ്ങുന്നത് പാലക്കാട് ജില്ലയിൽ നിന്നാണ് എന്നാണ്. പാലക്കാട് ജില്ലയുടെ ടിക്കറ്റുകൾക്കാണ് ഈ സ്ഥാപനങ്ങൾ ഏറ്റവും കൂടുതൽ ആവശ്യക്കാർ ഏറുന്നത് എന്നാണ് ജീവനക്കാർ തന്നെ പറയുന്നത്. എന്തായാലും കാത്തിരിക്കുകയാണ് കേരളം. ആരാകും ആ ഭാഗ്യവാൻ എന്നറിയാൻ. ഒരു ദിനം മാത്രം ബാക്കി നിൽക്കുന്നു. 25 കോടി സ്വന്തമാക്കുന്ന ആ മലയാളി തിരുവോണം ബമ്പർ നറുക്കെടുപ്പിലെ ആ ഭാഗ്യശാലി ആരെ എന്നറിയാൻ. ക്യാമറമാൻ അരുണിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. 64 വർഷത്തിന് ശേഷം സുബ്രതോ കപ്പിൽ മുത്തമിട്ട് കേരളം അഭിമാന നേട്ടം കൈവരിച്ചപ്പോൾ ഏറെ ആഹ്ലാദത്തിലാണ് പട്ടാമ്പി കൊടുമുണ്ട ഗ്രാമം. കേരളത്തെ പ്രതിനിധീകരിച്ച് മത്സരിച്ച ഫാറൂഖ് ഹയർ സെക്കൻഡറി സ്കൂളിനെ നയിച്ചത് പട്ടാമ്പി കൊടുമുണ്ട സ്വദേശി മുഹമ്മദ് ജാസിം അലിയാണ്. ജന്മനാട്ടിലെത്തിയ ജാസിം അലിക്ക് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വൻ വരവേൽപ്പാണ് നൽകിയത്. 64 വർഷം നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് കേരളം ആദ്യമായി സുബ്രതോ മുഖർജി ഇന്റർനാഷണൽ ഫുട്ബോൾ ടൂർണമെന്റിൽ ചാമ്പ്യന്മാരായത്. ഈ അഭിമാന നേട്ടത്തിന്റെ സന്തോഷത്തിലാണ് കൊടുമുണ്ട ഗ്രാമം. ഫാറൂഖ് ഹയർ സെക്കൻഡറി സ്കൂളിനെ നയിച്ച ടീം ക്യാപ്റ്റൻ
മുഹമ്മദ് ജാസിം അലിയെ നാടൊരുമിച്ചാണ് ജന്മനാട്ടിലേക്ക് സ്വീകരിച്ചത്. ഗോകുലം കേരള FC-യാണ് ടീമിന് പരിശീലനവും സ്പോൺസർഷിപ്പും നൽകിയത്. പള്ളിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വാദ്യഘോഷങ്ങളുടെ അകമ്പടിയിൽ നടന്ന ഘോഷയാത്രയിൽ നിരവധി പേരാണ് പങ്കെടുത്തത്. നാട്ടുകാർക്കും എൻ്റെ കൂട്ടുകാർക്കും എല്ലാവർക്കും സന്തോഷമുണ്ട്. പിന്നെ പ്രത്യേകം എടുത്തു പറയേണ്ട അശ്വിൻ തന്നെയാണ്. എന്ത് കാര്യത്തിലായാലും എന്തിനായാലും സപ്പോർട്ട് ചെയ്യാൻ അശ്വിൻ ഉണ്ടായിരുന്നു ബാക്കില്. പിന്നെ റാഷക, എന്നെ വലിയക്കന്മാര് എല്ലാവരും ഉണ്ടായിരുന്നു. ഒപ്പം ടൂർണമെന്റിലുടനീളം തോൽവി അറിയാതെ ഫാറൂഖ് ഹയർ സെക്കൻഡറി സ്കൂൾ കാഴ്ചവെച്ചത് മിന്നും പ്രകടനമായിരുന്നു. ഫൈനലിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് ഉത്തരാഖണ്ഡ് അമ്യൂണിറ്റി പബ്ലിക് സ്കൂളിനെയാണ് കേരള ടീം തോൽപ്പിച്ചത്. ന്യൂസ് 18 പാലക്കാട്. ഇടുക്കി അണക്കരയിൽ ഗ്യാസ് ഏജൻസി ജീവനക്കാരനായ യുവാവിന് ക്രൂരമർദ്ദനം. യുവാവിനെ തൂണിൽ കെട്ടിയിട്ട് മർദ്ദിച്ചു. കരിഞ്ചന്തയിൽ പാചകവാതക സിലിണ്ടറുകൾ വിൽപ്പന നടത്തുന്നവരാണ് മർദ്ദനത്തിന് പിന്നിലെന്നാണ് ആരോപണം. ഗ്യാസ് കണക്ഷൻ ഉള്ളവർക്ക് മസ്റ്ററിംഗ് ചെയ്യുന്നതിനാണ് അണക്കര വെള്ളാരംകുന്നിലുള്ള കിഴക്കേടത്ത് ഗ്യാസ് ഏജൻസി ജീവനക്കാരായ ജിസ്മോൻ എത്തിയത്. എന്നാൽ കരിഞ്ചന്തയിൽ പാചകവാതക സിലിണ്ടറുകൾ വിൽപ്പന നടത്തുന്ന ആളുകൾ ഇവരെ തടഞ്ഞു. ജിസ്മോനെ തൂണിൽ കെട്ടിയിട്ട ശേഷം മർദ്ദിക്കുകയായിരുന്നു. ഗ്യാസ് വില കൂട്ടി വിൽക്കുന്നവരുണ്ടായിരുന്നു, ബ്ലാക്കിന് വിൽക്കുന്നവരുണ്ടായിരുന്നു, അറിയത്തില്ലായിരുന്നു. അപ്പോൾ ആൾ വന്നിട്ട് ഞങ്ങളുടെ ഇവിടെ റേറ്റ് കുറച്ച് വിൽക്കുന്നു എന്ന് ചോദിച്ചൊന്ന് പ്രശ്നം ഉണ്ടാക്കി അടിച്ചതാ. ആദ്യമേ ഒന്ന് അടിച്ചു. അപ്പോഴത്തേന് ഞാൻ താഴെ വീണു. പിന്നെ അവരുടെ ഭായിമാരെ വിളിച്ച് ഗുജറാത്ത് സ്റ്റൈല് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞ് അവിടെ മേളിൽ കൊണ്ട് കെട്ടിയിട്ടു. പിന്നെ അവിടെ താഴെ കൂടെ 2 സ്റ്റാഫ് ഉണ്ടായിരുന്നു, അവരെ മർദ്ദിച്ചു. അത് കഴിഞ്ഞ് പോലീസ് വന്നു കഴിഞ്ഞ് അയച്ചു വിട്ടെ. പോലീസ് എത്തിയാണ് ജിസ്മോനെയും കൂടെയുണ്ടായിരുന്ന ജീവനക്കാരനെയും സ്ഥലത്ത് നിന്ന് മോചിപ്പിച്ചത്. ഗ്യാസ് ഏജൻസി ജീവനക്കാരുടെ പരാതിയിൽ പോലീസ് 5 പേർക്കെതിരെ കേസെടുത്തു. മുഖ്യപ്രതികളായ പാൽപാണ്ടി, പിതാവ് അശോകൻ എന്നിവരെ അറസ്റ്റ് ചെയ്തു. മർദ്ദനത്തിൽ പരിക്കേറ്റ ഗ്യാസ് ഏജൻസി ജീവനക്കാർ ചികിത്സയിലാണ്. ന്യൂസ് 18 ഇടുക്കി. തിരുവനന്തപുരത്തെ പ്രധാന അപകട മേഖലയായ കിഴക്കേക്കോട്ടയിൽ പുതിയ ട്രാഫിക് പരിഷ്കാരം നിലവിൽ വന്നതോടെ പ്രദേശത്തെ ഗതാഗത കുരുക്കും കുറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. KSRTC കരമടച്ച സ്ഥലമാണെന്ന് കാണിച്ച് ബസ് സ്റ്റോപ്പിന്റെ ഭാഗം ബാരിക്കേഡ് വെച്ച് തിരിക്കുകയും പ്രൈവറ്റ് ബസ്സുകൾക്ക് പ്രവേശനം നിരോധിക്കുകയും ചെയ്തിരുന്നു. ഇതോടെയാണ് മേഖലയിലെ ട്രാഫിക് കൂടുതൽ സുഗമമായത്. അതേസമയം പുതിയ മാറ്റം വന്നതോടെ പ്രൈവറ്റ് ബസ്സുകളുടെ വരുമാനം കുറഞ്ഞെന്നതാണ് പ്രധാന ആക്ഷേപം. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വരെ കിഴക്കേക്കോട്ടയിലെ സീബ്ര ലൈനിൽ കൂടി റോഡ് മുറിച്ചു കടക്കുക എന്നതുപോലും വളരെ അപകടം നിറഞ്ഞ ഒന്നായിരുന്നു. ഇവിടുത്തെ കുത്തഴിഞ്ഞ ഗതാഗത സമ്പ്രദായം നിരവധി അപകട മരണങ്ങൾക്കും വഴിവെച്ചിരുന്നു. ഇതിനെല്ലാം ഒരു പരിധിവരെ പരിഹാരമായിരിക്കുകയാണ് നിലവിലെ ട്രാഫിക് പരിഷ്കാരം. ഇപ്പോൾ കിഴക്കേക്കോട്ടയിലെ ട്രാഫിക് സുഗമമാണ്. കിഴക്കേക്കോട്ടയിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് കിഴക്കേക്കോട്ടയിലെ ബസ് സ്റ്റാൻഡിലേക്ക് KSRTC ബസ്സുകൾക്ക് മാത്രം കയറാൻ കഴിയുന്ന തരത്തിൽ ബാരിക്കേഡുകൾ സ്ഥാപിച്ചത്. നഗരത്തിലെ തന്നെ പ്രധാന ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന ഈ മേഖലയിലെ തിരക്ക് കുറയ്ക്കുകയും അപകടങ്ങൾ ഇല്ലാതാക്കുകയും എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പരിഷ്കാരം നടപ്പാക്കിയത്. ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കലക്ടർ, കമ്മീഷണർ, ട്രാൻസ്പോർട്ട് കമ്മീഷണർ, RTO എന്നിവർ യോഗം ചേർന്നാണ് പരിഷ്കാര പദ്ധതി തയ്യാറാക്കിയത്. യാത്രക്കാർ പുതിയ മാറ്റം സ്വീകരിച്ചു തുടങ്ങിയെങ്കിലും പ്രൈവറ്റ് ബസ്സിനെ ആശ്രയിക്കുന്നവരെ കുറച്ചെങ്കിലും ഈ മാറ്റം ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. നല്ലതായിട്ടാണ്. സീബ്ര ലൈൻ ഉള്ളതുകൊണ്ട് ക്രോസ് ചെയ്യാൻ എളുപ്പമാണ്, അപകടങ്ങൾ കുറവാണ്. കുറച്ച് നല്ലതാണ്. ഈ ബസ് പുറത്തെടുത്താലും ചാടൂലല്ലോ, അങ്ങനെ ഒരു നല്ലൊരു പോയിന്റാണ് ചെയ്തത്. എന്തുകൊണ്ട് നല്ലതാ. പെട്ടെന്ന് നമ്മളെ പോലെ വയസ്സായവരെ ഇങ്ങനെ കടക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടെല്ലാം ഒഴിവാക്കാനും നല്ലതാ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. വന്ന് കണ്ടപ്പോൾ വിചാരിച്ചത് അയ്യോ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ ഇല്ലായിരുന്നു, അതിനിടയ്ക്ക് ഇപ്പൊ പെട്ടെന്ന് ഉണ്ടായതല്ലേ, അത് നല്ല സന്തോഷമായി. ഒരു പരിധിവരെ നല്ലതാണ്. തിരക്ക് ഒഴിവാക്കാൻ വേണ്ടി അതായിട്ട് നല്ലതാണ് എന്നാണ് തോന്നുന്നത്. അത് നല്ലൊരു കാര്യമാണ്. അല്ലെങ്കിൽ ഇവരെ കൊണ്ട് കണ്ട ഒത്തിരി കൊണ്ട് വണ്ടി ഇട്ടിട്ട് പോകും. ട്രാൻസ്പോർട്ടുകാർക്ക് പോകാൻ പറ്റില്ല, ആട്ടോക്കാർക്ക് പോകാൻ പറ്റില്ല. ഇവര് തോന്നിയാണ് കൊണ്ട് പലയിടത്തും കൊണ്ട് തള്ളിയിട്ട് പോകും. വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഞങ്ങള് വന്നിട്ട് പിന്നെ മുമ്പാണെങ്കിൽ ഇവിടെ കിടക്കുവാണെങ്കിൽ ഇവിടെ അത്രയും വന്നാൽ മതിയായിരുന്നു. ഇനിയിപ്പോ എവിടെ അങ്ങ് പോകണ്ടേ, വലിയ ബുദ്ധിമുട്ടാണ്. വെയിൽ കൊണ്ട് നിൽക്കണം, അത് വണ്ടി വരുന്നവരെ കാത്തിരിക്കണം. ഇത് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു നേരത്തെ. ഗതാഗത കുരുക്കിന് പരിഹാരമായെങ്കിലും പ്രൈവറ്റ് ബസ്സുകൾക്ക് ഈ മാറ്റം കനത്ത തിരിച്ചടിയാണെന്നാണ് ബസ് തൊഴിലാളികളുടെ നിലപാട്. വെട്ടിമുറിച്ച കോട്ടയ്ക്ക് മുന്നിൽ നിന്ന്
സർവീസ് ആരംഭിക്കാനാണ് സ്വകാര്യ ബസ്സുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എന്നാൽ ഇതിനു പുറമെ പ്രൈവറ്റ് ബസ്സുകൾക്കും കിഴക്കേക്കോട്ടയിലെ സ്റ്റാൻഡിലേക്ക് കയറാനുള്ള സൗകര്യമൊരുക്കണമെന്നാണ് പ്രധാന ആവശ്യം. അത്യാവശ്യം ഒരു കളക്ഷൻ ഉണ്ടായിരുന്ന വണ്ടി ഇപ്പൊ സത്യം പറഞ്ഞപ്പം വലിയ വരുമാനമില്ല ഇങ്ങനെ ആയപ്പോ തൊട്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പ്രൈവറ്റ് ബസ്സുകളെ ആശ്രയിച്ച് നിൽക്കുന്ന യാത്രക്കാരുണ്ട്. അവരാരും ഇപ്പൊ ബസ്സിൽ കയറുന്നില്ല ഇങ്ങനത്തെ ഒരു പ്രശ്നം കൊണ്ട്. കാരണം നടന്നില്ല, ഇത്രയും ഡിസ്റ്റൻസ് നടന്ന് ഒന്നിനും അവർക്ക് ഇത്രയും ചുറ്റി വരണം. ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബസ്സിൽ കയറിക്കൊണ്ടത് ഈ പ്രായമുള്ള യാത്രക്കാർ സ്ഥിരം വന്ന കുറെ യാത്രക്കാർ ഇത് ബാധിച്ചിട്ടുണ്ട്. ഇതിപ്പോ എന്ന് വെച്ചാൽ ഒരു സമയമാകുമ്പോഴത്തേക്കും 5 ബസ് ഒരുമിച്ച് പോകും, പിന്നെ ഒരു 15 മിനിറ്റേക്ക് ബസ് കാണൂല. അപ്പൊ യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് വരും. വെളിയെ പിടിക്കാൻ നോക്കില്ല, നമുക്ക് അകത്തെ വെളിയെ പിടിച്ച് ആളൊന്നുമില്ല, അകത്ത് കയറാൻ നോക്കില്ല. അവിടെ ആൾ വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. അവരുടെ സൗകര്യം അനുസരിച്ച് പ്രൈവറ്റ് ബസ്സിലോ അതിലോ ഏതിനോ വേണോ കയറി പോകാനുള്ള അവരുടെ ആ ശ്രമത്തെ തടയുന്ന ഒരു പരിപാടിയാണ്. അപ്പം കണ്ടിട്ട് 4, 3, 7 പേരെയും കൊണ്ട് ഞങ്ങൾ സിവിൽ സ്റ്റേഷൻ വരെ പോകണം. ഇത് ഏത് മുതലാളിയാണ് കുത്തുവള എടുക്കാത്തത്? പ്രൈവറ്റ് ബസ്സുകാരെ വയറ്റത്തടിച്ചും പൊതുജനങ്ങളെ വെയിലത്ത് നിർത്തിയുള്ള ഈ പരിഷ്കാരത്തിന് സമ്മിശ്ര പ്രതികരണങ്ങളാണ് കിഴക്കേക്കോട്ടയിൽ നിന്നും നമുക്ക് ലഭിച്ചത്. ഈ ഒരു പരിഷ്കാരം ജനങ്ങളുടെ സുരക്ഷയെ മുൻനിർത്തിക്കൊണ്ടുള്ളതാണെങ്കിലും ഒരു വിഭാഗത്തെ എങ്കിലും അത് ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. ഈ ബുദ്ധിമുട്ട് KSRTC പഠിച്ച് കൂടുതൽ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന പ്രതീക്ഷയോടെ ക്യാമറാമാൻ സന്തോഷിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18, തിരുവനന്തപുരം. പുനലൂർ വൻമലയിൽ കാട്ടുപന്നികൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങുന്നു. സാംക്രമിക രോഗമാകാമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. മൃഗസംരക്ഷണ വകുപ്പ് ശക്തമായ പരിശോധന നടത്തണമെന്ന ആവശ്യവും നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കൊല്ലം പത്തനാപുരം പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിലെ വൻമലയിൽ കാട്ടുപന്നികൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങുന്നു. വിവരം അധികൃതരെ അറിയിച്ചിട്ടും നടപടി കൈക്കൊള്ളുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. 2-3 ആഴ്ച കൊണ്ട് പന്നികൾ ഇങ്ങനെ ഈ മേഖലകളിൽ ഇങ്ങനെ ചത്ത് അതിരൂക്ഷമായ ഗന്ധവും അതുപോലെ തന്നെ മാലിന്യ പ്രശ്നം, കുടിവെള്ളത്തിന് അതിൻ്റെ അകത്തുള്ള പ്രശ്നം, അതൊക്കെ ഞങ്ങൾ ഫോറസ്റ്റിനെ അറിയിക്കുകയും പഞ്ചായത്ത് ഉള്ള ആൾക്കാരെയൊക്കെ അറിയിച്ചിട്ടുണ്ട്. ഫോറസ്റ്റിലെ ആൾക്കാർ നിരുത്തരമായ രീതിയിലാണ് ഇതിനോട് പ്രതികരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി ഇവിടെ കാട്ടുപന്നികൾ ചത്തൊടുങ്ങുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. വനഭൂമിയിലും സ്വകാര്യ ഭൂമികളിലും 1 മുതൽ 5 വരെ പന്നികൾ ദിവസേന ചാവുന്നുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. നിങ്ങൾക്ക് എന്താണ് അതിന് പ്രശ്നം? നിങ്ങൾക്ക് അത്രയ്ക്ക് പ്രശ്നമാണെങ്കിൽ ഒരു ഇത്തിരി മണ്ണ് വണ്ടി വെട്ടിയിട്ടങ്ങ് മൂടിക്കോളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ സാറിനോട് ചോദിച്ചു, ഇതൊരു സ്വകാര്യ ഇടത്തിലാണ് കിടക്കുന്നതെങ്കിൽ ആരാണ് ഉത്തരവാദി എന്ന് ചോദിച്ചു. അപ്പൊ സാറ് പറഞ്ഞു പഞ്ചായത്താണത് ഉത്തരവാദി. ഇപ്പം നമ്മളുടെ ഈ പ്രദേശത്ത് നമ്മളൊരു മലയോര മേഖലയാണ്. ഈ മലയോര മേഖലയിൽ നമ്മുടെ വാസസ്ഥലത്തിന് തൊട്ടടുത്തായിട്ട് കുറെ പന്നികൾ ഇങ്ങനെ കൂട്ടത്തോടെ ചത്തു വീണം. അതിരൂക്ഷ ഗന്ധമാണ്. ഇതിനെ ആരും മറയുകയൊന്നുമില്ല, ഒരു നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നുമില്ല. ഇങ്ങനെ കൂട്ടത്തോടെ ചത്തു വീഴുന്നതിന് എന്താണ് അതിന്റെ കാരണമെന്ന് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. പന്നികൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങുന്നതിന്റെ കാരണം അറിയാതെ നാട്ടുകാരും ആശങ്കയിലാണ്. സാംക്രമിക രോഗഭീതി നിലനിൽക്കുമ്പോൾ മൃഗസംരക്ഷണ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഊർജിത നടപടികൾ ഉണ്ടാകാത്തതിലും പ്രതിഷേധം ശക്തമാണ്. ന്യൂസ് 18 പുനലൂർ. അരനൂറ്റാണ്ടിലേറെയായി കോർക്ക് നിർമ്മാണത്തിൽ സജീവമാണ് കാസർഗോഡ് തൃക്കരിപ്പൂർ കുറ്റിച്ചിയിലെ അറക്കൽ ദിവാകരൻ. കോർക്കുകൾക്ക് പഴയ പോലെ ആവശ്യക്കാരില്ലെങ്കിലും ഈ തൊഴിൽ ഉപേക്ഷിക്കാൻ ഇദ്ദേഹം തയ്യാറല്ല. കോഴിക്കോട് നിന്നും അരനൂറ്റാണ്ട് മുൻപ് തൃക്കരിപ്പൂരിലെത്തിയ ദിവാകരൻ അന്നും ഇന്നും കോർക്ക് നിർമ്മാണത്തിൽ സജീവമാണ്. കണ്ടൽ ചെടികളുടെ വേരിൽ നിന്നാണ് കോർക്കുകൾ നിർമ്മിക്കുന്നത്. അത്യധികം സൂക്ഷ്മത വേണ്ട ജോലി അനായാസമായാണ് ദിവാകരൻ ചെയ്തു തീർക്കുന്നത്. കോർക്കിന്റെ പ്രതാപകാലത്ത് തൃക്കരിപ്പൂർ ടൗണിലെ പഴയൊരു ഹോട്ടൽ മുറി കേന്ദ്രീകരിച്ചായിരുന്നു കോർക്കുകളുടെ നിർമ്മാണം. പിന്നീട് ആവശ്യക്കാർ കുറഞ്ഞതോടെ തൊഴിൽ വീട്ടിൽ നിന്ന് തന്നെയാക്കി. പുഴയോരത്ത് കാണുന്ന കണ്ണാംപൊട്ടി എന്ന കണ്ടലിന്റെ വേരാണ് കോർക്ക് നിർമ്മാണത്തിന് അനുയോജ്യം. കണ്ടലിന്റെ വേര് വെട്ടിയെടുക്കുക എന്നതും ദുഷ്കരമായ ജോലിയാണ്. വേര് പച്ചയ്ക്ക് തന്നെ കൊത്തിയെടുത്ത് അളവ് കൃത്യത്തിന് മുറിച്ചെടുത്ത് ഉണക്കാനിടും. പണ്ട് ആയുർവേദ മരുന്നുകടകളിൽ ഉൾപ്പെടെ വലിയ തോതിൽ ആവശ്യക്കാർ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് അയ്യപ്പ ഭക്തർക്കായി നെയ്ത്തേങ്ങ നിറയ്ക്കാൻ പൂജാ സ്റ്റോറുകളിൽ മാത്രമാണ് വിൽപ്പന നടക്കുന്നത്. കോഴിക്കോട് നിന്ന് ഇവിടെ വന്നിട്ട് ഏകദേശം ഒരു 10-45 കൊല്ലമായി. എന്നതിന് ശേഷം ഇവിടെ അന്നൊക്കെ നല്ല ചിലവായിരുന്നു. എല്ലാ വീടുകളിലും വൈദ്യ ഷോപ്പിലും ഇവിടെ ഒക്കെ എടുക്കുന്ന കാർക്ക്. ഇന്നിപ്പോൾ കാർക്ക് ഒരുവിധാക്കൊന്നും വേണ്ട. ശബരിമലയുടെ നെയ്ത്തേങ്ങ ഇറക്കേണ്ട ഒരു ആവശ്യത്തിനില്ലാതെ വേറെ ഒന്നും കാർക്ക് പോകണില്ല.
കുപ്പിക്കൊക്കെ ഇപ്പം റെഡിമെയ്ഡ് മരുന്നും അതൊക്കെയാണല്ലോ വരുന്നത്. ആണ് പിന്നെ കുപ്പീൻ്റെ ആവശ്യത്തിന് ഇവർക്ക് പോകണില്ല. പിന്നെ പണ്ട് ഔൺസ് കുപ്പിയുള്ള സമയത്തേന് നമ്മളെ ശരിയായ ഡിമാൻഡ്. ഇപ്പോൾ ഔൺസ് കുപ്പിയൊക്കെ ഒഴിവായില്ല. പിന്നെ എല്ലാ സ്ഥലത്തും പ്ലാസ്റ്റിക് ഇറങ്ങി. ഇന്ന് റബ്ബറിലും കൃത്രിമ വസ്തുക്കളിലും മരപ്പൊടികളിലും യന്ത്രങ്ങൾ ഉപയോഗിച്ച് വ്യാവസായിക അടിസ്ഥാനത്തിൽ നിർമ്മിക്കുന്ന കോർക്കുകളും ലഭ്യമാണ്. പണ്ടുകാലത്ത് കോർക്ക് നിർമ്മാണത്തിലേക്ക് കടന്നുവരുന്നവരിൽ ഇദ്ദേഹത്തെ പോലെ അപൂർവം ആളുകൾ മാത്രമാണ് ഇപ്പോഴും ഈ മേഖലയിൽ തുടരുന്നത്. ന്യൂസ് 18 തൃക്കരിപ്പൂർ. സകലമാന കേരളം പൂർണ്ണമാവുകയാണ്. നമസ്കാരം.